ലാലൂർ ദേവസ്ഥാനമേ അഭയം. കരിനീലിയമ്മേ ശരണം, കരിങ്കുട്ടി സ്വാമി ശരണം, വിഷ്ണുമായ സ്വാമി ശരണം, ലാലൂർ ദേവസ്ഥാനമേ അഭയം. നമസ്കാരം, ലാലൂർ ദേവസ്ഥാനത്താണ്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഞാനൊരു ചെറിയൊരു മെസ്സേജായിട്ട് കാണണം. അതായത് വിശ്വാസികളായിട്ടുള്ളവർക്ക് ഇത് ചിലപ്പോൾ ഗുണം ചെയ്തേക്കാം. അതായത് ഇതൊരു നിങ്ങൾക്ക് ഗുണം ചെയ്യാവുന്ന ഒരു മെസ്സേജായിട്ട് കണ്ടാൽ മതി ഇതിനെ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ തന്നെ ഇത്രയും തിരക്കുണ്ട്, നല്ല തിരക്കുണ്ട്. നാളെ അമാവാസ്യയാണ്, അതിൻ്റെ തിരക്കുകളൊക്കെയാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ ഈ ഒരു മെസ്സേജ് ഇടണേ. പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്നലെ ഞാൻ അത്താഴ പൂജയൊക്കെ കഴിഞ്ഞ് ജപം കഴിഞ്ഞ് ഇറങ്ങണോട് കൂടിയിട്ടൊരു ഫാമിലി എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ വന്നപ്പോൾ ഇവർ വരാറുണ്ട്. അവരുടെ മകൻ്റെ കല്യാണം ലാലൂർ ദേവസ്ഥാനത്തെ മൂർത്തികളുടെ അനുഗ്രഹം കൊണ്ട് പെട്ടെന്ന് നടന്നു. ഞാൻ 108 ദിവസമാണ് ഞാൻ പറയാറ് കല്യാണം. ഇത് അവരുടെ 30 ദിവസത്തിനുള്ളിൽ നടന്നു. അതിൻ്റെ കർമ്മങ്ങളൊക്കെ അത് ഞാൻ അവർ സ്റ്റേറ്റ്മെൻറ്റൊക്കെ അവരുടെ യൂട്യൂബിൽ കാണണം. അപ്പോൾ അത് ഉണ്ടായിരിക്കും. അപ്പോൾ അവർ വന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചോദിച്ചു, നമ്മൾ ചോദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരോട് ചോദിക്കണേക്കാളും മുൻപ് നമ്മൾ നോക്കും. അതായത് ഒരാൾ നമ്മുടെ മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ ആൾ എന്തിനാ വന്നതെന്ന് നമ്മളറിയണമല്ലോ. അവരെന്താ പറയണമെന്നുള്ളത് എല്ലാവരും സത്യം പറയണമെന്ന് നിർബന്ധമൊന്നുമില്ല. അല്ലെങ്കിൽ വെറുതെ വന്നു അല്ലെങ്കിൽ എന്തെങ്കിലും വന്നു എന്നൊക്കെ അവർ പലരും പറയാം. അപ്പോൾ അതിൻ്റെ സത്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുമല്ലോ. ഒരാൾ വന്നാൽ നമ്മൾ നോക്കും. അതായത് എന്തിനാണ് വന്നത് നമുക്കറിയണമല്ലോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ സാമ്പത്തിക പ്രശ്നം മാത്രമല്ല, അതായത് വ്യാഴം പ്രസാദിച്ചിട്ടുണ്ട്. പിന്നെ തൊഴിലിൻ്റെ നോക്കിയപ്പോൾ തൊഴിലാണ് ചെറിയൊരു ഇത് കാണിക്കുന്നുണ്ട്. അതായത് 10 കേതുണ്ട്. 10 കേതു എന്ന് പറഞ്ഞാൽ മുറിച്ച് കളയുക, നമുക്ക് ജോലിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥ. അതിപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം, നമുക്ക് മനസ്സിലാക്കുക അങ്ങനെയാണ്. പിന്നെ ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ ഇതിലൊരു ഇതൊന്നുമില്ല. പിന്നെ ഒരു ഗുളികൻ്റെ സാധനം കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനൊരു ഇത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ കുറേ നേരം കാര്യങ്ങളൊക്കെ, അപ്പോൾ എന്താ വന്നതെന്ന് വെച്ചാൽ ഒന്നുമില്ല, തൊഴാനും സ്വാമിനൊന്ന് നേരിട്ട് കാണാൻ വന്നതെന്ന് പറഞ്ഞ് അങ്ങനെ കുറേ നേരം മണിക്കൂറുകൾ എടുത്തുവിട്ടെ. ഏകദേശം ഒരു പോകുമ്പോൾ ഏകദേശം ഒരു 10 മണിക്കായിട്ട് തോന്നണം. അപ്പോൾ നല്ല മഴയൊക്കെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർ 10 മണിക്ക് അവർ അച്ഛനമ്മ മക്കൾ ഒക്കെ കൂടിയിട്ടാണ്, എല്ലാവരും കൂടിയിട്ട്, ഭാര്യ ഭർത്താവ് പുതുമോടി കല്യാണം കഴിഞ്ഞിട്ടുള്ളവരെ കൂടിയിട്ട്. അപ്പോൾ വീട്ടിൽ ചെറിയൊരു കലഹങ്ങളുടെ ഒരു തുടക്കം. അപ്പോൾ ഈ കലഹങ്ങൾ എന്ന് പറയുമ്പോൾ അവർ വീട്ടിൽ വലിയ കലഹം ഉണ്ടായിരുന്നല്ല കേട്ടോ, തല്ലുമുടക്കുണ്ടായിരുന്നല്ല ഞാൻ പറയണത്. ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ചെറിയ കലഹങ്ങൾ ഞാൻ ചെറുതായിട്ട് അതിനെ അത്രയ്ക്ക് ചെറുതാക്കി കാണുന്നതല്ല കേട്ടോ. കുടുംബത്തെ കലഹം എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവം തന്നെയാണ്. അത് ഇല്ലാതിരിക്കേണ്ടതാണ് ഏറ്റവും എല്ലാവരുടെയും ആവശ്യം. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു മെസ്സേജ് ഇടുന്നത് നിങ്ങൾക്ക്. അതായത് കലഹം എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ്. ചെറുതാണെങ്കിൽ പോലും അത് മതി ഒരു കുടുംബം നശിച്ചു പോകാനായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ചെറിയൊരു കാര്യത്തിനാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നതെന്ന് വെച്ചു. അല്ല, നേരിട്ട് കാണാനും അതെ. അപ്പോൾ ഞാൻ നോക്കി വന്നപ്പോൾ നിങ്ങൾക്കൊക്കെ ഗുണമാകുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കുടുംബത്തിൽ സാധാരണ ചെറിയ കലഹങ്ങൾ ഉണ്ടായിരിക്കാം. അച്ഛനമ്മ, ഭാര്യ ഭർത്താവ്, മക്കൾ മരുമക്കൾ, അമ്മായിമ്മയും മരുമക്കളും തമ്മിൽ ചെറിയ കലഹങ്ങൾ ഉണ്ടായിരിക്കും. ഈ കലഹങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ എവിടെയും പെട്ടെന്ന് ഒരു ജ്യോതിഷൻ്റെ അടുത്ത് പോകണമെന്ന് ഞാൻ പറയില്ല കേട്ടോ. അവരുടെ വരുമാനം അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും ഞാൻ തടസ്സം നിൽക്കുന്നതായിട്ടല്ല പറഞ്ഞത്. നിങ്ങൾക്ക് കുടുംബത്തിൽ ചെയ്യാവുന്ന ലാലൂർ ദേവസ്ഥാനത്ത് വരുന്ന ആൾക്കാരാണെങ്കിൽ അവർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. വിശ്വാസികളാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ തന്നെ ഈ കുടുംബത്തെ പ്രശ്നങ്ങൾ തരാം. കുടുംബത്തിൽ കലഹം വരാനായിട്ട് 2-3 കാര്യങ്ങളുണ്ട്. ഒന്നുമില്ല, പരദേവതകളുടെ എന്തെങ്കിലും ഒരു ചെറിയൊരു ഇതൊക്കെ കാണിച്ചാൽ നമുക്ക് കുടുംബത്തിൽ കലഹങ്ങളുണ്ടാവും. അതായത് നിങ്ങളെന്താ ഇപ്പം എന്നെ കാണാൻ വരാനില്ലല്ലോ, നീ നിന്നെ വരുത്തിയിട്ട് തന്നെ കാര്യമുള്ളൂ എന്നുള്ളൊരു ചിന്ത പരദേവതകൾക്ക് ഉണ്ടാവും. അവർക്ക് കൊടുക്കാനുള്ളത് കൃത്യമായിട്ട് കൊടുക്കണം. നമ്മൾ ഭക്ഷണം കഴിക്കുന്നില്ലേ സമയത്തിന്, നമ്മുടെ ആവശ്യത്തിന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. നമ്മുടെ അച്ഛനോ അമ്മയോ കട്ടിലുമ്പോൾ കിടക്കുന്ന ആൾക്കും ഭക്ഷണം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എത്തിച്ചു കൊടുക്കേണ്ട നിവൃത്തിയൊന്നുമില്ല. അവർ അവിടെ വരുന്ന ഓടിയിട്ട് ആരെങ്കിലും ചോദിക്കും, നമ്മൾ എത്തിച്ചു കൊടുക്കണം. അതുപോലെ തന്നെയാണ് പരദേവതകൾക്ക് കിട്ടാനുള്ളത് നിങ്ങൾ കൊടുക്കാനുള്ളത് കൃത്യമായിട്ട് കൊടുക്കണം. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അവർ നടത്തി തരുന്നുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് കൊടുക്കാനുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് കൊടുക്കാണ്ടാവുമ്പോൾ അവർ നമുക്ക് എന്തെങ്കിലും കുടുംബത്തിൽ ചെറിയ കലഹങ്ങൾ, വലിയ കലഹങ്ങളല്ല, ചെറിയ കലഹങ്ങൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഓർമ്മപ്പെടുത്തും. നീ വന്നില്ലല്ലോ എൻ്റെ അടുത്തേക്ക് എന്നുള്ള രീതിയിൽ. അപ്പോൾ അതായിരിക്കും ഒരു കാരണം. പിന്നെ വേറൊരു കാരണമുണ്ട്. വേറൊരു കാരണം എന്ന് പറഞ്ഞാൽ കണ്ണെന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. നമ്മുടെ വീട്ടിലെ അവരെ 4 ഫാമിലി നല്ല ഭയങ്കര സന്തോഷമായിട്ട് ജീവിക്കുന്ന സമയത്ത് മറ്റൊരാൾക്ക് അത് ഇഷ്ടമാവണമെന്നില്ല, പുറമെന്ന് കാണുന്ന ആൾക്കാർക്ക്. അപ്പോൾ അവരൊന്ന് മനസ്സുകൊണ്ട് വിചാരിച്ചു കഴിഞ്ഞാൽ ചിലവരൊക്കെ പറയില്ലേ, നിങ്ങൾ കുട്ടികളുള്ള വീട്ടിലൊന്നും കയറാൻ പാടില്ല, കയറി അവരെന്തെങ്കിലും പറഞ്ഞാൽ ആ കുട്ടിക്ക് അപ്പോൾ ഇതായിരുന്നു. ഇത്
എൻ്റെ അനുഭവത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ചെറിയൊരു അനുഭവത്തിൽ പറയാനായിട്ടുണ്ട് എനിക്ക്. അപ്പോൾ അങ്ങനെ കണ്ണ് പറ്റുക, വാക്കേറും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഇതൊക്കെ ഉണ്ട്. അതൊക്കെ ഉള്ളത് തന്നെയാണ് കേട്ടോ. ചിലരൊക്കെ നോക്കിയാൽ മതി, പിന്നെ അവർ കണക്കിലാവില്ല, പൊന്താൻ പറ്റില്ല. അപ്പം നമ്മൾ സാമ്പത്തികമായിട്ടൊക്കെ പൊന്തുമ്പോൾ അങ്ങനെ കണ്ണേറും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഇതുണ്ട്. പലരും ആ പേരൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്തേക്ക് വിളിക്കാറുണ്ട്. സമയം അത് ഭയങ്കര ഇതാണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ വന്നാലും കുടുംബത്തിൽ കലഹങ്ങളുണ്ടാകും. അത് സന്തോഷമായിട്ട് ജീവിക്കുന്നവരുടെ കുടുംബത്തെ ഇവർ ഭയങ്കര സന്തോഷമായിട്ടാണല്ലോ ജീവിക്കണേ എന്നുള്ളൊരു തോന്നൽ അവരുടെ ഉള്ളിലേക്ക് വരുമ്പോൾ അങ്ങനെ തോന്നാം. പിന്നെ ഒരുപാട് ഉണ്ട്. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ വലിയൊരു വീഡിയോ ആയിട്ട് പോകും, അതിലേക്കൊന്നും വരുന്നില്ല. അപ്പോൾ അങ്ങനെ കണ്ണ് പറ്റുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെയാണ് കുടുംബത്തിൽ കലഹങ്ങൾ ചെറുതൊക്കെ ആയിട്ട് വരിക. അതിന് നിങ്ങൾ ഇത്ര കഷ്ടപ്പെട്ട് വേറെ പേടിക്കാനോ കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയൊരു വീട്ടിലൊരു അസ്വരസതൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പോൾ തന്നെ എന്താ ചെയ്യുക, അടുത്തുള്ള ഏതെങ്കിലും ദുർഗാക്ഷേത്രത്തിൽ എവിടെയെങ്കിലും പോയിട്ടൊരു ഭഗവതി സേവ കഴിക്കുക. ആകെ 100 രൂപയൊക്കെ ഉള്ളൂ. പിന്നെ ഒരു ഐക്യമത്യത്തിൽ ഗണപതി ഹോമം കഴിക്കുക. ഇത് രണ്ടും ചെയ്യുമ്പോൾ എന്തായാലും നമ്മൾ കുടുംബത്തെ ഐക്യം ഉണ്ടാവുകയും ചെയ്യും. ഈ ഭഗവതി സേവ ചെയ്യുന്നതോട് കൂടിയിട്ട് നമുക്ക് വരുന്ന ആ ഒരു നെഗറ്റീവ് എനർജി പുറത്തു പോകും. അതായത് വീടിൻ്റെ ഉള്ളിലേക്ക് ഒരു നെഗറ്റീവ് എനർജിയാണ് വരുന്നത്. വിശ്വസിക്കുന്നവരെ സംബന്ധിച്ച് ചെറുത്താനും വിശ്വാസവും, അല്ലാത്തവരെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും പറയണത് തന്നെ വിദ്യാഭ്യാസമുള്ളവരെ വിദ്യാഭ്യാസം കണക്കായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നെഗറ്റീവും പോസിറ്റീവും. അപ്പോൾ പോസിറ്റീവ് വരുന്നിടത്ത് എപ്പോഴും സന്തോഷം ഉണ്ടായിരിക്കും. നെഗറ്റീവ് എന്ന് പറയുന്നത് നമുക്ക് നെഗറ്റീവായിട്ടുള്ള ആക്ടിവിറ്റീസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇവരൊക്കെ പറയുമ്പോൾ നെഗറ്റീവ് അകത്തേക്ക് വരികയാണ്, നമ്മുടെ കുടുംബത്തേക്ക് കയറുകയാണ്. ആ നെഗറ്റീവിനെ പുറത്ത് ചാടിക്കാൻ ഏറ്റവും നല്ല മാർഗ്ഗമാണ് ഭഗവതി സേവ, ഗണപതി ഹോമൊക്കെ ചെയ്താൽ. ഒരു ഗണപതി ഹോമം ഐക്യമന്ത്രത്തിൽ ചെയ്തു തരാൻ പറഞ്ഞാൽ ആ തിരുമേനിയുടെ അടുത്ത് ആദ്യം തന്നെ ദക്ഷിണ കൊടുക്കുക. റെസീറ്റ് ആക്കണതിൽ മാത്രം നല്ല കാര്യം കേട്ടോ. നമ്മൾ ഇവിടെ നിന്നൊക്കെ കർമ്മം ചെയ്യുമ്പോൾ ഞാൻ അത് വ്യക്തമായിട്ട് എല്ലാവരോടും പറഞ്ഞു കൊടുക്കും. നിങ്ങൾ റെസീറ്റ് അയക്കാൻ മാത്രം പോരാ. റെസീറ്റ് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണ് ആ ചെയ്യുന്ന തിരുമേനി, ആ തിരുമേനിക്ക് ഒരു ദക്ഷിണ കൊടുക്കുക. ചെറുതാണെങ്കിൽ ചെറിയൊരു ദക്ഷിണ കൊടുത്തിട്ട് ആളെ മനസ്സ് സന്തോഷിപ്പിച്ച് ആളോട് പറയാം, ഇതൊന്ന് നന്നാക്കി ചെയ്ത് തരണം കേട്ടോ എന്ന് പറഞ്ഞ് അപ്പോൾ ആളത് നന്നാക്കി ചെയ്തോളൂ. മറ്റുള്ളവരും നന്നാക്കി ചെയ്തില്ല എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾക്ക് ചില ഇതുണ്ട്, ഷോർട്ട് കട്ടുകളാണ്. നിങ്ങളുടെ കാര്യങ്ങൾ ഞാൻ പല പൂജകളും കർമ്മങ്ങളൊക്കെ ചെയ്തു, എനിക്ക് ഒന്നും നടക്കുന്നില്ല, ഞാൻ അവിടെ ചെയ്തു ഇവിടെ ചെയ്തു മറ്റോടത്ത് ചെയ്തു. അങ്ങനെ കുറേ കർമ്മങ്ങൾ ചെയ്യുന്നതിലല്ല കാര്യം. ചെയ്യുന്ന കർമ്മങ്ങൾക്കൊരു അടിസ്ഥാനമായിട്ട് ഇത് നമ്മൾ ഒരു ഗണപതി ഹോമത്തിന് കൊടുത്തു, ആ ഗണപതി ഹോമം റെസിപ്റ്റാക്കി, അത് ഗവൺമെൻറ്റിലേക്ക് ആണെങ്കിൽ അത് അമ്പലത്തിലേക്ക് പോകുന്ന കാശ് അതവിടെ പോയി, അത് കഴിഞ്ഞു. ഇതാരാ ഈ അവിടുത്തെ ആരാണ് നമുക്ക് റെസിപ്റ്റ് എഴുതുന്ന ആളോട് ഈ കർമ്മം ചെയ്യണത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ പറഞ്ഞിട്ട് ആ തിരുമേനിയാണ് കേട്ടോ. അപ്പോൾ അവിടെ കുറേ തിരുമേനിമാരുണ്ട്. ചില കൂടുതൽ അമ്പലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓരോ ദിവസം ഓരോ തിരുമേനിയും. നാളെ ചെയ്യുന്നതാണെങ്കിൽ നാളെ ആ തിരുമേനി ആരാണ് ആ തിരുമേനിയിൽ ചെന്ന് കണ്ട് റെസിപ്റ്റ് അങ്ങോട്ട് കാണിച്ചു കൊടുത്തു. തിരുമേനി ഭയങ്കര പ്രശ്നമാണ് വീട്ടിൽ, അതൊന്നും എനിക്ക് നന്നാക്കി ഒന്ന് ചെയ്തു തരണം കേട്ടോ. ഒരു ദക്ഷിണ കയ്യോടെ തന്നെ ആദ്യം കൊടുത്തു. ദക്ഷിണ എന്ന് പറയുന്നത് അവർക്ക് കൂലി കൊടുക്കണം നല്ലത്. പലരും വിചാരം ഇന്നത്തെ കൂലി കൊടുത്തിട്ട് കൂലിയാണെന്നുള്ള വിചാരമുണ്ട്. കൂലിയല്ല ദക്ഷിണ. ദക്ഷിണ എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിനൊരു വീഡിയോ ഇടണമെങ്കിൽ ഇപ്പോൾ അതിൻ്റെ ഡെഫിനേഷൻ പറയണമെങ്കിൽ അതിന് 2 മണിക്കൂർ നീണ്ടുപോകും. ദക്ഷിണ എന്ന് പറയുന്നത് കൂലി എന്നല്ല കേട്ടോ, അത് ആദ്യം മനസ്സിലാക്കുക. അതിന് വേണമെങ്കിൽ ഞാനൊരു വീഡിയോ ഞാൻ പിന്നീട് ആർക്കെങ്കിലും അറിവിലേക്കായിട്ട് ഞാൻ ഇട്ട് തരാം. ദക്ഷിണ എന്താണ്, എന്തിനാണ് ദക്ഷിണ കൊടുക്കണം, ബെറ്റേല് കൊടുക്കണോണ്ടുള്ള ഗുണം എന്താ, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. അറിവില്ലാത്തവർ പലതും പറയുമല്ലോ. ദക്ഷിണ എന്ന് പറഞ്ഞാൽ കൂലിയാന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. പൂജ ചെയ്യണതിൻ്റെ കൂലി ഞങ്ങൾ അവിടെ റെസിപ്റ്റ് ആക്കിയല്ലോ, പിന്നെ എന്തിനാ തിരുമേനിക്ക് കൊടുക്കണേ, അതിനൊക്കെ കുറേ അടിസ്ഥാനങ്ങളുണ്ട്. അതാണ് ചിലവർക്കൊന്നും എവിടെ നടത്തിയിട്ടും കാര്യമില്ല. നമ്മളെ മനസ്സ് നന്നാവേണ്ട എന്ത് കർമ്മം ചെയ്തിട്ട് എന്താ കാര്യം. അപ്പോൾ അതൊരു ദക്ഷിണ അത് കൊടുത്തു, അത് ചെയ്തു വരുമ്പോൾ തന്നെ കുടുംബത്തെ ഐക്യം വരും. ഇത് തുടർച്ചയായിട്ട് വല്ലപ്പോഴൊക്കെ ചെയ്യുക, എന്നും ചെയ്യാനല്ല പറയണേ. കൂടി വന്നൊരു 200 രൂപയ്ക്ക് പല സ്ഥലങ്ങൾ ഇതാണ്, അത് കൃത്യമായിട്ട് എനിക്ക് പറയാൻ പറ്റാത്ത പല ക്ഷേത്രങ്ങൾ പല രീതിയാണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ കുടുംബത്തെ ഒരു ഗണപതി ഹോമം ചെയ്യുക. ആരാണ് കാരണവന്മാരുടെ വീട്ടിൽ ആരാണ് ഏറ്റവും മൂത്തത്, ആരാണ് അതിൻ്റെ കുടുംബനാഥൻ്റെ പേരിൽ ഒരു ഭഗവതി സേവ, ഒരു ഗണപതി ഹോമം. കൂടി വന്നാൽ ഒരു 200 രൂപയ്ക്ക് വരുള്ളൂ. ദക്ഷിണ അടക്കം ഒരു അതിനനുസരിച്ച് ദക്ഷിണ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കൊടുക്കുക, അത്രയേ ഉള്ളൂ. 5 രൂപ കൊടുത്താലും ദക്ഷിണയാണ്, 1 രൂപ കൊടുത്താലും ദക്ഷിണയാണ്, 5000 കൊടുത്താലും ദക്ഷിണയാണ്. മനസ്സിലായ? അത് കൊടുത്ത് അവരോടൊന്ന് പറഞ്ഞത് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ തീരും. അതിനായിട്ട് നിങ്ങൾ ടെൻഷൻ അടിച്ചത് എന്തോ വഴക്ക് എന്ന് പറഞ്ഞിട്ട് വേറെ അതിന് വലിയ സംഭവമെന്നൊന്നും വിചാരിക്കണ്ട. അത് കഴിഞ്ഞിട്ട് മാറില്ലെങ്കിലാണ് അതെന്താണ് എന്നുള്ളത്. ചിലപ്പോൾ ഗുളികൻ്റെ ദോഷം, ഗുളികൻ എപ്പോഴും മാറി വരുന്നതാണ്. ഈ ഗുളിക ദോഷമൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഭയങ്കരമായിട്ട് ബാധിക്കും. അപ്പോൾ ഗുളികനെ ഒരു മുട്ടർക്കാനാണെങ്കിൽ അത് മുട്ടർക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ കുടുംബത്ത് ഐശ്വര്യം സമ്പത്തും കാര്യം. ഐശ്വര്യം വരുമ്പോൾ തന്നെ സമ്പത്ത് വരും കൂടെ. ഇവരൊക്കെ ഒരു ടീമാണ്. ആ പോസിറ്റീവ് എനർജിയിൽ നിൽക്കുന്ന ഒരു ടീമാണ്. ഐശ്വര്യം, സമാധാനം, സന്തോഷം, സൗഭാഗ്യം, ഇതൊക്കെ ആ വെച്ചിട്ടുള്ള കുറേ ഇതുണ്ട്. അതൊക്കെ ഒരു പോസിറ്റീവ് എനർജിയിൽ വരുന്ന ഒരു പാക്കേജാണ്.
ഞാൻ പറഞ്ഞ മനസ്സിലായി. അതൊരു പാക്കേജാണ്. ഒരെണ്ണം വരുമ്പോൾ എല്ലാവരും കൂടെ വരും. അതുപോലെ തന്നെ നെഗറ്റീവ് നിന്ന് നമുക്ക് എന്തുണ്ടായാലും ദുഃഖം വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനോട് ചുറ്റുപറ്റിയിട്ടുള്ള പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാവും. കൈയൊടിയോ കാലോടിയോ മറ്റേതോടെയോ മറിച്ചോടെയോ പിന്നെ അപ്പോഴേക്കും കേൾക്കാം വാഹനോടെയോ. നമ്മൾ ഏതെങ്കിലും ഒരു നെഗറ്റീവ് കേട്ട് നോക്കിയിരിക്കാൻ, ട്രെയിൻ ഒരു ബോഗി ഒരു ട്രെയിൻ മറിഞ്ഞു എന്ന് കേട്ട് വയ്ക്കാൻ, ആ ഒരു ആഴ്ചയിൽ പല സ്ഥലങ്ങളിലും ട്രെയിൻ മറിഞ്ഞു കേൾക്കും. ഞാൻ അങ്ങനത്തെ ന്യൂസ് കേൾക്കാൻ ശ്രമിക്കാറില്ല, അതുകൊണ്ട് ഞാൻ കേൾക്കാറുമില്ല. പറയണ മനസ്സിലായ? അതുപോലെ തന്നെ എവിടെയെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു, അത് ഞാനിത് ഇപ്പോൾ പറയണത് നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയോളൂ. നമ്മളൊരു നെഗറ്റീവായിട്ടൊരു വാർത്ത കേട്ട് അതിന് ചുറ്റുപറ്റിയിട്ടായിരിക്കും. മാല പൊട്ടിക്കണു വൈക്കുമേ, ഇപ്പം കേൾക്കാറില്ല കുറേ കാലമായിട്ട്. അത് കേട്ട് കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ മാല പൊട്ടിച്ചൊന്ന് കേൾക്കാം. അതായത് നെഗറ്റീവ് എനർജി, ആ നെഗറ്റീവ് മാത്രമാണ് നമ്മുടെ ഉള്ളിലേക്ക് വരിക. നമ്മൾ പെട്ടെന്ന് അത് കാണും നെഗറ്റീവ്. അപ്പുറത്തെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കാണില്ല. അതാണ് നെഗറ്റീവും പോസിറ്റീവും, ചെകുത്താനും പിശാചും തമ്മിലുള്ള മാറ്റം. ഞാൻ അങ്ങനെ പറഞ്ഞാൽ ഇപ്പം തന്നെ 10 മിനിറ്റ് കഴിഞ്ഞു. ഇതെന്നെ ആരും കേൾക്കില്ല. അപ്പം കേൾക്കുന്നവർക്ക് നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലാലുദാസൻ അനുഗ്രഹം ഉണ്ടാവട്ടെ. സന്തോഷം. വരുന്ന കർമ്മങ്ങൾ ചെയ്യാനായിട്ട് വരുന്നവരുടെ കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കിയിട്ട് എനിക്ക് മനസ്സിലാക്കാം, അല്ലാണ്ട് അവരോട് പറയാനല്ല. എനിക്ക് മനസ്സിലാക്കുക ഈ ചെയ്ത കർമ്മങ്ങൾ വിജയിക്കുമോ, അല്ലെങ്കിൽ എന്താണ്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഏത് മൂർത്തികൾക്കാണ് ചെയ്യേണ്ടത്, ഏത് മൂർത്തികൾക്ക് ഏത് അളവിലാണ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനാണ് ഞാൻ ജ്യോതിഷം പഠിച്ചിട്ടുള്ളത്. അല്ലാണ്ട് ജ്യോതിഷം എന്ന് പറഞ്ഞ ബോഡിയിൽ വെച്ച് ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കാനല്ല. മനസ്സിലായോ? അപ്പോൾ ഒന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഒരു ജ്യോതിഷപരമായിട്ട് എന്ത് സമയം അങ്ങനെ പറയണമെന്ന് വെച്ചു. അതായത് 2000 രൂപ കൊടുത്തിട്ടാണ് എൻ്റെ മകളുടെ ജാതകം വീട്ടിൽ വന്ന് വായിച്ച് കേൾപ്പിച്ച് തന്നു പോയി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു ആളോട്, എത്ര മണിക്കൂർ എടുത്തിട്ടാണ് അത് ജാതകം വായിച്ചത്? അത് ഏകദേശം മറ്റേ പണിക്കര് വന്നു കുറച്ച് കഴിഞ്ഞ് ഏകദേശം ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ എടുത്തോന്ന് അറിയില്ല. 2 മണിക്കൂർ അത്ര എടുത്തിട്ടുള്ളൂ. വന്നു, ആൾ വിളക്കൊക്കെ വെച്ചു, പുൽപ്പായിട്ട് കൊടുത്ത് വിളക്ക് വെച്ചു. അങ്ങനെ എൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് അത് വായിച്ചു കേൾപ്പിച്ചു തന്ന് പോയി എന്ന് പറഞ്ഞു. അപ്പം തന്നെ മനസ്സിലാക്കി ഇവിടെ. അതായത് അദ്ദേഹത്തിന് 2 മണിക്കൂർ കൊണ്ട് പറയാൻ പറ്റി. എനിക്കതൊരു ജീവിതകാലം മുഴുവൻ വേണം ആ ഒരു കാര്യങ്ങൾ മുഴുവൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരണമെങ്കിൽ. അതാണ് മാറ്റം. അതായത് ജ്യോതിഷപരമായിട്ട് 70 വയസ്സ് വരെയുള്ള കാര്യങ്ങളെങ്കിലും പറയണ്ടേ. ഒരു കുട്ടിയുടെ ജാതകം എഴുതി കഴിഞ്ഞാൽ 70 വയസ്സ് വരെ പറയാൻ പോയിട്ട് എനിക്ക് അനുഭവം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ അടുത്ത് ഇവിടെ വരും ചിലവരൊക്കെ നേരിട്ട് വരുന്നവരുണ്ട്, വിളിച്ചിട്ട് കിട്ടാണ്ടാവുമ്പോൾ നേരിട്ട് വരും. അപ്പോൾ എന്തായാലും വന്നു കഴിഞ്ഞാൽ ഞാൻ അവരുടെ ഇതൊക്കെ പരിശോധിക്കും. പരിശോധിച്ച് കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് അവരുടെ ഇപ്പോഴത്തെ ഒരു ഗ്രഹനിലയും മറ്റുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് പറയുമ്പോൾ തന്നെ ഏകദേശം 3 മണിക്കൂർ 4 മണിക്കൂറാവും. അപ്പോൾ ഞാനെങ്ങനെ ഒരു കുട്ടിയുടെ ജാതകം 70 വയസ്സ് വരെയുള്ള കാര്യം പറയാം? അതായത് ഇപ്പോൾ എൻ്റെ മുന്നിൽ വന്നിരിക്കുന്ന വ്യക്തി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ ജ്യോതിഷത്തിലുണ്ട്. അത് മനസ്സിലാക്കി പറയണമെങ്കിൽ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടതായിട്ട് വരും. ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ അതിൻ്റേതായ സമയങ്ങളെടുക്കും. അതായത് എൻ്റെ കണക്കിൽ എൻ്റെ കാര്യം ഞാൻ പറയുള്ളൂ, മറ്റുള്ളവരുടെ കാര്യം പറയില്ലേ. എനിക്കൊരു ജാതകം നോക്കി നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 2 മാസം 3 മാസം എടുക്കേണ്ടി വരും. അതായത് ഞാൻ ചിലരോടൊക്കെ തമാശയായിട്ട് പറയാറുണ്ട്, ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരണം, അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരണം, കാലത്ത് പുലർച്ചയ്ക്ക് എഴുന്നേറ്റ് കുളിച്ച് ഡ്രസ്സ് മാറി വന്നു, ജാതകം നോക്കായിരുന്നു, ഇരുന്ന് കഴിഞ്ഞ് രാത്രി വരെ ഊണ് കഴിക്കുന്ന സമയത്തൊക്കെ ഊണ് കഴിക്കാൻ പോവുക, അത് കഴിഞ്ഞ് തിരിച്ച് പോവുക, ഹോട്ടലിലാണെങ്കിൽ ഹോട്ടലിൽ അല്ലെങ്കിൽ വീട്ടിൽ പോയിട്ട് തിരിച്ച് പിറ്റേ ദിവസം വരിക. അങ്ങനെ ഇരുന്നാൽ ഏകദേശം ഒരു 3 മാസമെങ്കിലും എടുക്കും മുഴുവൻ വായിച്ച് തീരണമെങ്കിൽ. എനിക്ക് 3 മണിക്കൂർ പോയിട്ട് പറ്റില്ല എന്ന്. അതായത് ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയണ്ടേ, ഓരോ വയസ്സിൻ്റെയും പറയണ്ടേ, ഓരോ ദിവസത്തിൻ്റെയും പറയണ്ടേ. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ജാതകം എന്ന് പറയണത് നിങ്ങൾ ഇപ്പോൾ ഈ സമയം കഴിഞ്ഞാൽ, ഒരു മിനിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ പോലും പറ്റുന്ന, അതായത് നിങ്ങൾ ഇങ്ങോട്ടാണ് തിരിഞ്ഞു പോകാൻ, ഇപ്പം എൻ്റെ മുന്നിലാണ് നിങ്ങൾ ഇരിക്കുന്നതെന്ന് വെച്ചാൽ എനിക്കത് കൃത്യമായിട്ട് നോക്കിയാൽ നിങ്ങൾ എൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങി നിങ്ങൾ കിഴക്കോട്ട് പോവോ പടിഞ്ഞാട്ട് പോവോ എന്നുള്ളത് മുൻകൂട്ടി പറയാൻ പറ്റുന്ന അത്രയ്ക്കും കഴിവുള്ള, അത്രയ്ക്കും സത്യമുള്ളൊരു കാര്യമാണ് ജാതകം. എനിക്ക് പറയാൻ പറ്റുന്ന, ഞാനത് പറയാനായിട്ട് ഡീറ്റെയിൽ നോക്കാൻ പോയിട്ട് എനിക്ക് അതിൻ്റെ അടുത്തേക്ക് എത്താൻ പോലും പറ്റില്ല എന്ന്, അതിനുള്ള സമയമില്ല എന്ന്. അത്രയ്ക്കും ഭാവങ്ങളും അതിലൊരുപാട് കാര്യങ്ങളുണ്ട്, അതൊന്നും പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല.
ഒരുപാട് കാര്യങ്ങൾ കൂടിച്ചേർന്നാണ് ജാതകം. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു 70 വയസ്സ് വരെയുള്ള കാര്യം പറയണമെങ്കിൽ കുറഞ്ഞത് ഒരു 6 മാസം ഡേ നൈറ്റ് ഇരുന്നാലൊക്കെയാണ് പറയാൻ പറ്റുള്ളൂ. അത്രയ്ക്ക് അതായത് ഡീറ്റെയിൽ പറയാൻ പറ്റുമെന്ന്. അതായത് നമ്മളുടെ എല്ലാ കാര്യങ്ങളും അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. വൺ ഡേ അല്ലാന്ന്, അടുത്ത മിനിറ്റിൽ നമ്മൾ എന്താ ചെയ്യാൻ പോണേന്ന് പോലും ജാതകത്തിൽ എഴുതി വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് സത്യം. അത് ഞാൻ പറഞ്ഞത്, ഇത് ഞാൻ പറയാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ തന്നെ 8 മിനിറ്റായി. ഒരു ഭാഗം പോലും പറഞ്ഞിട്ടില്ല അതിൻ്റെ. ഇനി ഞാൻ പറയുകയാണെങ്കിൽ ചിലപ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂറോ. ഇതൊന്നും കാണാനിരിക്കുന്ന ആൾക്കാരില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം ചെയ്യാം, എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് വീണ്ടും ഞാൻ വേണമെങ്കിൽ എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കുകയാണെങ്കിൽ പറഞ്ഞുതരാമെന്നല്ലാണ്ട് ഇതിന് മേലെ പറഞ്ഞാൽ നിങ്ങൾക്കും ബോറടിക്കും, എനിക്ക് സമയമില്ല താനും. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ചോദിക്കുകയാണെങ്കിൽ പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഞാനിവിടെ ജാതകം ഓൺലൈനായിട്ട് കൊടുക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ 1000 സംതിങ് ആണ് ഞാനത് വാങ്ങിക്കുന്നത്. അതിന് സോഫ്റ്റ്വെയറിനൊക്കെ അത്രയ്ക്കും, ഇത് ലൈവ് സോഫ്റ്റ്വെയർ ആണ്, അതുകൊണ്ട് തന്നെ അത്രയ്ക്കും വില കൊടുത്തിട്ടാണ് ഞാനതൊക്കെ വാങ്ങിച്ചിട്ടുള്ളതൊക്കെ. അപ്പോൾ അത് നമ്മളതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് തന്ന് നിങ്ങൾക്കത് PDF ആയിട്ട് തമിഴാണെങ്കിൽ തമിഴ്, മലയാളമാണെങ്കിൽ മലയാളം, ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് പകർത്തി തന്ന് ഇവിടുന്ന് അയച്ചു തരാനുള്ള ഒരു പ്രോസസ്സ് ഇല്ലേ, എൻ്റെ സമയത്തിന് വിലയില്ലേ. ഞാൻ ഒരുപാട് ഭഗവാന്റെ അടുത്ത് നിന്ന് മാറി നിൽക്കുന്ന കുറച്ച് സമയത്താണ് ഇതൊക്കെ ചെയ്യുന്നത്. അതിനുള്ള സമയമുണ്ട്. അത് കഴിഞ്ഞാൽ ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങളിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരണ്ടേ. പിന്നെ ഇത് നിങ്ങൾക്ക് കിട്ടുന്നതുകൊണ്ടുള്ള ഈ ഓൺലൈൻ ജാതകം കിട്ടുന്നതുകൊണ്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകാനുള്ള വഴികൾ. ജാതകമൊന്നും തിരുത്തി കുറിക്കാൻ ലോകത്തൊരാൾക്കും സാധിക്കില്ല. മനസ്സിലായി? ജാതകം തിരുത്തി കുറിക്കാനല്ല ജാതകത്തോണ്ട് പറ്റുക. ജാതകം ഉണ്ടെങ്കിൽ നമുക്ക് ദശാകാലങ്ങൾ, അപകാരകാലങ്ങളൊക്കെ മനസ്സിലാക്കി അതിൻ്റെ മുന്നോട്ട് പോകുന്ന കാലങ്ങളിൽ ഏത് ഭഗവാനെയാണ് പ്രീതിപ്പെടുത്തേണ്ടത് എന്നൊക്കെ നോക്കി നമുക്ക് മുന്നോട്ട് പോകാം. പണ്ട് കാലത്ത് ഹിന്ദുക്കൾക്ക് മാത്രമായിരുന്നു ഈ ജാതകം, ജ്യോതിഷമൊക്കെ ആയിരുന്നു. ഇന്ന് എല്ലാ ജാതി മത വ്യത്യാസമില്ലാണ്ട് ലോകം മുഴുവനും ജാതകം നോക്കുന്നുണ്ട്. അതായത് നാളെ എന്ത് നടക്കും എന്നുള്ളത് അന്വേഷിക്കാനായിട്ട് കൃത്യമായിട്ടുള്ള നാളും, മറ്റുള്ളതൊന്നും ക്രിസ്ത്യൻസൊന്നും നാളും പേരും കാര്യങ്ങളും ഡേറ്റൊന്നും അവർക്കറിയില്ല. അവർ ജനിച്ച ഇംഗ്ലീഷ് മാസം ജന്മദിനമായിട്ട് കണക്കാക്കും. ഇപ്പം അങ്ങനെയൊന്നുമല്ല. ഇപ്പോൾ ഒരുവിധം എല്ലാവരും ജനിച്ച സമയമൊക്കെ കുറിച്ച് വയ്ക്കുന്നുണ്ട് ഡേറ്റും. അത് ഇംഗ്ലീഷായാലും മലയാളമായാലും തമിഴായാലും കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല. അതൊക്കെ മനസ്സിലാക്കിയിട്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അതായത് നാളെ എന്ത് വരും, അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞാൽ എന്തൊക്കെ വരാം, ആ വരാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ള പ്രതിവിധികളാണ് ജാതകം. ഓൺലൈൻ ജാതകമായാലും ജാതകത്തിലൊക്കെ നമുക്ക് ജാതകമൊക്കെ നമ്മൾ എഴുതി വയ്ക്കുന്നതുകൊണ്ടുള്ള ഗുണം. അത് നമ്മൾ മലയാളത്തിലാവുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 24 വയസ്സ് തൊട്ട് 25 വയസ്സ് വരെ എന്താണ്, ഏത് ദശാകാലമാണ്, ഏത് ദശാകാലത്ത് ഏത് അപകാരക്കാലാണ്, ഏഴര ശനി ഉണ്ടോ, കണ്ടക ശനി ഉണ്ടോ, അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിൽ മനസ്സിലാക്കാൻ പറ്റും. അതാണ് അതിൻ്റെ ഗുണം. അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം. ഇപ്പോൾ ഞാൻ തന്നെ ഉദാഹരണം, എനിക്ക് ശനി ദശാകാലമാണ്, ഏഴര ശനിയാണ്. ഏഴര ശനി എന്ന് പറഞ്ഞാൽ എൻ്റെ രാജയോഗമൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന ഏഴര ശനിയാണ്. എനിക്ക് വളരെയധികം പ്രശ്നങ്ങൾ നേരിടേണ്ടതായിട്ടുള്ള സമയമാണ്. ആ സമയത്ത് ഞാൻ എന്ത് ചെയ്തു, എനിക്ക് ഏഴര ശനിയാണ്. ഞാൻ ആരെ പിടിക്കണം? ശനി ഭഗവാനെ പിടിക്കണം. ഇതെനിക്ക് എവിടെ നിന്നാണ് പ്രചോദനം? പണ്ടൊരാൾ ചെയ്തിട്ടുണ്ട്, പ്രഹ്ലാദൻ. ആൾക്ക് മരണം അടുത്ത് വന്നപ്പോൾ ആൾ എന്ത് ചെയ്തു, ഓടിപ്പോയിട്ട് മഹേശ്വരൻ്റെ കാലിക്ക് ചെന്ന് കെട്ടിപ്പിടിച്ചു. അപ്പോൾ അതുകൊണ്ട് ആൾക്ക് മരണം ലഭിച്ചില്ല. അതോടുകൂടി മഹേശ്വരൻ നിർത്തി. ഇനി ആരും കാലിൻ്റെ അടുത്തേക്ക് വന്നാൽ തന്നെ ആൾ മാറിപ്പോവും. ഇനി കാലിക്ക് കെട്ടിപ്പിടിച്ചോണം ആളുടെ മരണം കൂടി കാത്തു രക്ഷിക്കേണ്ടി വന്നാൽ പിന്നെ എന്തെല്ലാം കാര്യങ്ങൾ അതിൻ്റെ പിന്നിൽ വന്നു. കാലം വന്നു, കാലം കയറിട്ടു. പിന്നെ അതിൻ്റെ കഥ പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. അപ്പോഴേക്കും പിന്നെ കാലനില്ലാത്ത കാലം, നമ്മൾ മലയാള ബുക്കിലാണ്ട് പണ്ട് പഠിച്ചിട്ടുണ്ടെന്ന്, കാലനില്ലാത്ത കാലം, ഓടി ഒളിച്ചു മുതൽ അങ്ങനെയൊക്കെ എന്തൊക്കെയോ പറഞ്ഞിട്ടുള്ളൊരു പാട്ടൊക്കെ ഉണ്ട്. പദ്യമൊക്കെ പഠിച്ചിട്ടുള്ളതായിട്ടൊരു ഓർമ്മയുണ്ട്, ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല. അപ്പോൾ കാലനില്ലാത്ത കാലത്തിലേക്കൊന്നും പോകാനായിട്ട് നിൽക്കാൻ പറ്റില്ല. ഞാൻ എന്ത് ചെയ്തു, എനിക്ക് ശനിയുടെ ദോഷമാണ്. ഞാൻ ശനി ഭഗവാനെ കെട്ടിപ്പിടിച്ചു. അതായത് ശനി ഭഗവാൻ എന്ന് പറയുന്നത് കരിമുട്ടി സ്വാമി, വിഷ്ണുമായ സ്വാമി, പിന്നെ അമ്മേനെയും കൂടി കെട്ടിപ്പിടിച്ചു. രണ്ടുപേരും കാലിൽ നിന്ന് കെട്ടിപ്പിടിച്ചോടുകൂടി എൻ്റെ പ്രശ്നങ്ങളൊക്കെ തീർന്നു. അത് ഞാൻ തന്നെ സത്യം, ഞാൻ തന്നെയാണ് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. ഇവിടെ ഒരുപാട് പേരെ സ്റ്റേറ്റ്മെൻറ്റ് ഇടാറുണ്ടെങ്കിൽ പോലും ഞാൻ എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇടാറില്ല. അപ്പോൾ എനിക്കും പറയുകയാണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് പറയുകയാണെങ്കിൽ അതിന് നേരം ഉണ്ടാവുള്ളൂ. എന്നും ദിവസത്തിൽ 5 വീഡിയോ ഇടണം, അതിനുള്ള സമയമില്ലല്ലോ. അപ്പോൾ എൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനല്ലല്ലോ പ്രാധാന്യം. എല്ലാവരും ഒരു ദേവസ്ഥാനത്ത് വന്നിട്ട് കർമ്മങ്ങൾ ചെയ്തിട്ടും പ്രാർത്ഥിച്ചിട്ടും കാര്യങ്ങൾ നടക്കുന്നവരുടെ സ്റ്റേറ്റ്മെൻ്റ് അല്ല. അപ്പോൾ ഞാൻ സ്റ്റേറ്റ്മെൻറ്റായിട്ട് വരുന്നില്ല. അപ്പോൾ എനിക്ക് തന്നെ ഞാൻ തന്നെ സത്യമാണ് എൻ്റെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് ബുധദശകാലത്ത് എന്തിൻ്റെയാണ് അപകാരം വെച്ചാൽ ആ അപകാരമുള്ള മൂർത്തിനെ
അങ്ങനെ പ്രീതിപ്പെടുത്തി പോകുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾക്ക് കുറേ തരണം ചെയ്യാൻ പറ്റും. അതായത് തല്ലാമൊന്നും തലോടി പോകുന്ന രീതിയിലാക്കാൻ പറ്റും. അതൊക്കെയാണ് ജാതകം. ഇനിയും പറഞ്ഞു നിന്നാൽ ഒരുപാട് നീളും. അപ്പം ഞാൻ അധികം സമയം വ്യയിക്കുന്നില്ല, എല്ലാവരും ബോറടിപ്പിക്കുന്നില്ല. ലാലൂർ ദേവസ്ഥാന മൂർത്തികളുടെ പേരും പ്രശസ്തിയിലേക്ക് എത്തിക്കാനായിട്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. അതായത് ലാലൂർ ദേവസ്ഥാനം മൂർത്തികളുടെ പേരും പ്രശസ്തിയും നിങ്ങളിലൂടെ എത്തണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം? നിങ്ങൾക്ക് കാര്യങ്ങൾ നടക്കണം വേണ്ടേ? അപ്പോൾ വിളിക്കുക, ലാലൂർ ദേവസ്ഥാനം മൂർത്തികളെ വിളിക്കുക, ആത്മാർത്ഥമായിട്ട് വിളിക്കുക, ജപിക്കുക, കാര്യങ്ങൾ പറയുക, നിങ്ങളുടെ കാര്യങ്ങൾ നടക്കട്ടെ. കാര്യങ്ങൾ നടന്നാൽ നിങ്ങൾ മുഖേന ലോകം മുഴുവൻ ലാലൂർ ദേവസ്ഥാനം മൂർത്തികളുടെ പേരും പ്രശസ്തിയും അറിയട്ടെ. എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാവട്ടെ, നല്ലത് വരുത്തട്ടെ.